പാലക്ക് പനീറിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. വലിയ പാലക്കോ അല്ലെങ്കിൽ ചെറിയ പാലക്കോ ഏത് വെച്ചിട്ടും ഈ പാലക്ക് പനീർ റെഡിയാക്കി എടുക്കാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെയധികം മാച്ചായിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറി റെഡിയാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പനീർ എടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ തണുപ്പ് കളയണം. ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ല പോലെ ഇതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഫ്രഷ് ആണെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പാലക്കിൻ്റെ ഇല നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് വലിയ ഇലയാണ്. ചെറിയ ഇലയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിനെ അരിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇലയെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണം. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒത്തിരി നേരം ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നല്ല പോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. ഇനി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിനെ വാർത്തെടുക്കുക. അപ്പോൾ അത് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഒത്തിരി നേരം ഇട്ടിട്ട് ഇതിനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി പെട്ടെന്ന് സ്റ്റവ് എല്ലാം ഓഫ് ചെയ്യാം. ഇതിനെ അതിൽ നിന്ന് കോരിയെടുത്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷമാണ് ഇതിനെ അരച്ചെടുക്കുന്നത്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലിനി പനീറെല്ലാം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആക്കിയിട്ട് വറുത്ത് കളയരുത്. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്നവർക്കും ഒന്ന് വറുത്തെടുക്കാം. ഇത് വറുക്കാതെ അങ്ങനെ കറിയിൽ ഇടാം. എങ്കിലും വറുത്തിട്ട് ഇടുമ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിതിനെ വറുത്തെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ ഇതിനെ കോരിയെടുക്കാം. ഇനി അത് കോരിയെടുത്ത ആ ബാക്കി വരുന്ന ഓയിലിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമില്ലെങ്കിൽ ഇനി പകരം ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ബട്ടറിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത്. ഒരു വലിയ ഉള്ളി, 2 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി അരിഞ്ഞത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി ഉള്ളി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു വലിയ ഉള്ളി തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കരുത്. പിന്നെ കറിക്ക് ഒത്തിരി അങ്ങോട്ട് മധുരമായി പോവും. ഇത് നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകം ചതച്ചത്. നല്ല ജീരകം, ചെറു ജീരകം എന്നൊക്കെ പറയും, അതാണ്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാനൊരു പകുതി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് പാലക്കിൻ്റെ കൂടെ അരയ്ക്കാനായിട്ടാണ്. ബാക്കി വരുന്നതിൽ 2 പച്ചമുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വളരെ കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ആവശ്യമെങ്കിൽ പിന്നീട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറി ഒത്തിരി അങ്ങോട്ട് തിക്കാക്കിയിട്ടാണ് എടുക്കുന്നത്. ഒത്തിരി അങ്ങോട്ട് ലൂസാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പനീറെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പച്ച കളറിലാണ് കറി ഇരിക്കുക. അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇനി പാലക്കെല്ലാം അരച്ചെടുക്കുക. പാലക്ക് നല്ല പോലെ തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി അതെല്ലാം മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു 8 അണ്ടിപ്പരിപ്പും കൂടി ഞാൻ ഇട്ടിട്ട് അരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. പിന്നെ വഴറ്റിയിട്ടുള്ള ഉള്ളിയെല്ലാം ഇട്ട് കൊടുക്കാം.
ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. തരിതരിപ്പോട് കൂടി അരച്ചെടുക്കരുത്, നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കറിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 6 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് പനീർ നല്ലപോലെ വറുത്തെടുത്തത് കൊണ്ട് തന്നെ നല്ലപോലെ പെട്ടെന്ന് റെഡിയായിട്ട് സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വറുക്കാതെയും അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച അരപ്പെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ അരപ്പെല്ലാം ചേർക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ലൂസായി പോവും. അപ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം എപ്പോഴും കറി എടുക്കാനായിട്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒത്തിരി നേരം ഇട്ടിട്ട് തിളപ്പിക്കരുത്. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം. കുറച്ച് ഉലുവ ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചായിട്ടുള്ളൊരു കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പനീറൊക്കെ ഇടയ്ക്ക് വെക്കാറുള്ളത്, പാലക്ക് അതേപോലെ സെപ്പറേറ്റ് ഇടയ്ക്ക് വെക്കാറുള്ളത്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.